അസ്സലാമു അലൈക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിൻ്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരാൾ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പതിവാക്കിയാൽ അവൻ്റെ ദേഹത്ത് വല്ല പിശാചിൻ്റെ ഉപദ്രവമുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലോ അത് ഇല്ലാതായി തീരും. ദാരിദ്ര്യം അകലാനും ആഹാരം വിശാലമാക്കാനും ഉദ്യോഗം ലഭിക്കാനും ഇനി സ്ഥാനമാനങ്ങൾ നിലനിർത്താനും എല്ലാം ഇത് ധാരാളം മതി. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർച്ചയിലുമൊക്കെ പതിവാക്കിയാൽ വളരെ അത്ഭുതങ്ങൾ അവർക്ക് തിരിച്ചറിയാനും പറ്റും. രാപ്പകൽ ഇതിനെ പതിവാക്കിയവൻ്റെ താവളം ഉറപ്പായും അർശിൻ്റെ തണലിൽ തന്നെയാണ്. അതിന് ഒട്ടും സംശയവും വേണ്ട. ഇനി മറ്റൊന്ന്, മാസം കാണുമ്പോൾ 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഓതിയാൽ രോഗങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അകന്നു കിട്ടും. ഒരുപാട് പ്രയാസത്തിലാകുന്ന ആളുകളാണ് ഈ രോഗം വന്നിട്ട് പ്രയാസം വേദന അങ്ങനെയുള്ള ആളുകൾ മാസം കാണുന്ന സമയത്താണ് ഇത് 1000 തവണ ഓതേണ്ടത്. ഇനി 70,000 പ്രാവശ്യം ഓതി മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരുടെ ഖബർ ജീവിത മരണാനന്തരം എന്തായാലും ഉറപ്പായും അത് നല്ലതായിത്തീരും. അതുകൊണ്ടാണ് നമ്മളെല്ലാം മരിച്ചവർക്ക് വേണ്ടി 70,000 ദിക്ർ ഓതി ദുആ ചെയ്യുന്നത്. ഇനി ജീവിച്ചിരിക്കുമ്പോൾ 1,24,313 പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാവലായിരിക്കും ആ ചൊല്ലിയ ആൾ. ഇനി പാപകർമ്മങ്ങളിലേക്ക് ചാടാൻ പിന്നീട് ഒരു വഴിയുമില്ല, അത്രയും ദിക്ർ എടുത്ത ഒരാളാണെങ്കിൽ. എല്ലാം നല്ല മനസ്സോടു കൂടിയായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി ഗൾഫിലും മറ്റും ജോലിക്കായി വിഷമിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല നിയ്യത്തോടു കൂടി ഇത് രാവിലെയും ഉച്ചക്കും രാത്രിയിലും 1000 വീതം ഒന്ന് ഓതി നോക്കും. ഓർക്കാപ്പുറത്ത് അവർക്ക് നല്ല അത്ഭുതങ്ങൾ കാണാം. നല്ല ജോലിയിൽ പ്രവേശിക്കാം, അവർക്ക് നല്ല ശമ്പളങ്ങൾ കിട്ടും, ഒരു ബുദ്ധിമുട്ടും പ്രയാസം അവർക്ക് ഉണ്ടാവുന്നതുമല്ല. ഇനി മറവിയുടെ ആവശ്യത്തിനാണെങ്കിൽ 1000 പ്രാവശ്യം വീതം സുബഹിക്ക് ശേഷം ഓതി വെള്ളത്തിലൂതി ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക, മറവി മാറിക്കിട്ടും. ഇനി പരീക്ഷകളിൽ വിജയത്തിനാണെങ്കിൽ 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഓതി ദുആ ചെയ്ത് പരീക്ഷ പോയി എഴുതിയാൽ മാത്രം മതി, വിജയം ഉറപ്പാണ്. കാരണം എൻ്റെ അറിവിലൊരു കുട്ടി എൻജിനീയറിങ്ങിന് ഒരുപാട് തവണ പരീക്ഷ എഴുതിയിട്ടും ആ കുട്ടി പരാജയപ്പെട്ടു. ഒടുവിൽ ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഓതി പരീക്ഷ എഴുതി നല്ല മാർക്കോട് കൂടി വിജയിച്ചു. ഇനിയിപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ആ കുട്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാം. പിന്നെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് താമസം മാറേണ്ടി വന്നാൽ പോവേണ്ടി വന്നാൽ നമ്മളിത് 1000 തവണ ചൊല്ലിയിട്ടാണ് ആ നാട്ടിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആ നാട്ടുകാരെ കൊണ്ട് നമുക്കൊരു ശല്യവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഈ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. നമ്മൾ മരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുമ്പോൾ നമ്മുടെ അവസാനത്തെ വാക്കും അതുതന്നെയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾക്ക് വല്ല ആവശ്യവും നിറവേറാനുണ്ടെങ്കിൽ ഒരു മുറിയിൽ ഒറ്റക്ക് വുളുവോട് കൂടി 2 റക്അത്ത് നിസ്കരിച്ച് പിന്നീട് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുക. പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 1000 പ്രാവശ്യം ചൊല്ലി കാര്യം എന്താണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക, ഉറപ്പായും അത് നടന്നു കിട്ടും. ഈ ദിക്ർ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ദിക്റുകളിൽ ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആണെങ്കിൽ പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ അല്ലെങ്കിൽ ബിസ്മില്ലാ. ഇങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ ദുആ ചെയ്യാറ്. അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ദുആ ഒരിക്കലും പാഴാകാറുമില്ല. ഇനി പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു സ്വീകരിച്ചതിന് മാത്രമേ വിജയമുള്ളൂ. അതല്ലാതെ നമ്മൾ എന്ത് അമലുകൾ എടുത്താലും അത് സ്വീകരിക്കപ്പെടുകയുമില്ല. നമ്മുടെ നല്ല മനസ്സോട് കൂടിയായിരിക്കണം ഈ ക്രിയകളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. എന്ത് കാര്യം സാധിക്കാനാണെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യപ്പെട്ടൊരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുക, നല്ല മനസാന്നിധ്യത്തോടെ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ആവശ്യം പറയുക. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്
നിങ്ങളുടെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ് മുത്തിൽ പൊതിഞ്ഞ ഒരു ചിപ്പിയെ പോലെയാണ് ഈ ഒരു ദിക്റിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു നോക്കുക.